വെൽക്കം ബാക്ക്. സോ നമുക്ക് മൊഡ്യൂൾ 1 ഒരു ചെറിയൊരു ടോപ്പിക്ക് കൂടി ഇനി ബാക്കിയുണ്ട്. സോ ദാറ്റ് ഈസ് എൻക്രിപ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. അപ്പോൾ നമ്മൾ എൻക്രിപ്ഷനെ കുറിച്ചിട്ടും ഡിക്രിപ്ഷനെ കുറിച്ചിട്ടും അതുപോലെ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഓവർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു മെസ്സേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു സെക്യൂർ ഫോർമാറ്റിൽ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഈ ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഡേറ്റേനെ എങ്ങനെ സെക്യൂർ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എൻക്രിപ്ഷൻ അൽഗോരിതംസും കീസും ഒക്കെ യൂസ് ചെയ്തിട്ട് റീഡബിൾ ഇൻഫർമേഷനെ അൺറീഡബിൾ അല്ലെങ്കിൽ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുവഴി നമുക്ക് അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റയുടെ പ്രൈവസി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനെയാണ് നമ്മൾ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സെക്യൂർഡ് ആയിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സെക്യൂർ ചാനൽ എന്ന് പറയുന്നത്? സെക്യൂർ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ടു പീപ്പിൾ ആവാം, സർവീസസ് ആവാം, ഒബ്ജക്ട്സ് ആവാം. അപ്പോൾ എന്ത് തന്നെ ആയാലും അത് മ്യൂച്വലി ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കണം. അതായത് സെൻഡറും റിസീവറും മ്യൂച്വലി ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടായിരിക്കണം ആ ഒരു ചാനലിനെ ആക്സസ് ചെയ്യുന്നത്. ഇതിന് ചാനലിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കും? എൻക്രിപ്റ്റ് ചെയ്തിരിക്കും. അതുവഴി അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതുപോലെ തന്നെ ഈവ്സ് ഡ്രോപ്പിങ്ങോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അതിൽ നിന്നും ജനറേഷനോ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ചാനലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുക. ദെൻ അതുപോലെ തന്നെ അറ്റാക്കേഴ്സിനെ എന്ത് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും പാസീവ് അറ്റാക്കിൽ നിന്നും ആക്റ്റീവ് അറ്റാക്കിൽ നിന്നും ഒക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ചാനലാണ് നമ്മൾ സെക്യൂർ ചാനൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ എലമെൻറ്റുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഫസ്റ്റ് വൺ ഈസ് ഇൻക്രിപ്ഷൻ. സോ എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു ഡേറ്റ, അതായത് എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടുന്ന ഡേറ്റയെ ഒരു മീനിങ്ലെസ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ കറക്റ്റായിട്ടും കീ ഉള്ള അല്ലെങ്കിൽ റൈറ്റ് കീ ഉള്ള ആൾക്ക് മാത്രമേ ഈ ഡേറ്റയെ തിരിച്ച് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ. സോ അത് തന്നെ നമുക്ക് സിമെട്രിക് എൻക്രിപ്ഷനും ഉണ്ട്, അസിമെട്രിക്കും ഉണ്ട്. അപ്പോൾ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഡേറ്റയെ ലോക്ക് ചെയ്യുന്നതും. അസിമെട്രിക് ആകുമ്പോൾ ലോക്ക് ചെയ്യാൻ ഒരു കീ, അൺലോക്ക് ചെയ്യാൻ മറ്റൊരു കീ എന്നുള്ള രീതിയിലായിരിക്കും. ദെൻ അടുത്തൊരു എലമെന്റ് ആണ് ഓതന്റിക്കേഷൻ. അപ്പോൾ ഓതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പാർട്ടീസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുവരെ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് എൻഷുർ ചെയ്യാനുള്ള മെക്കാനിസമാണ് ഓതന്റിക്കേഷൻ. അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡുകളാണ് പാസ്വേഡ്സ് ആൻഡ് പിന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാനുള്ള സിമ്പിൾ വേസ് ആണ് പാസ്വേഡും പിന്നുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദെൻ ബയോമെട്രിക്സ് യൂസ് ചെയ്യാം. ബോഡി ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റോ ഫേസ് സ്കാനോ റെറ്റിനൽ സ്കാനോ അങ്ങനെയൊക്കെയുള്ള സ്കാനൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബയോമെട്രിക്കൽ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓതന്റിക്കേഷൻ പ്രൂവ് ചെയ്യാവുന്നതാണ്. ദെൻ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണവും അല്ലെങ്കിൽ അതിലധികമോ, അതായത് യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക, അതുകൂടാതെ തന്നെ പ്ലസ് ഒരു ബയോമെട്രിക്സ് ഐഡന്റിഫിക്കേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്നിലധികം ഓതന്റിക്കേഷൻ ആഡ് ചെയ്യുന്നതാണ് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ. അതായത് നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. വൺസ് നിങ്ങൾ ഇൻ കേസ് നമ്മുടെ പിൻകോഡോ പാസ്വേഡോ ഒക്കെ ആരെങ്കിലും സ്റ്റോർ ചെയ്താൽ നമുക്ക് മറ്റൊരു ഫീച്ചർ കൂടി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നിങ്ങളുടെ ഇപ്പം ജിമെയിലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ്, വേറൊരു സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഒറിജിനൽ ഫോണിലേക്ക് അതിൽ മെസ്സേജ് അയച്ച് വീണ്ടും ഇത് നിങ്ങൾ തന്നെയാണോ ഇത് ലോഗിൻ ചെയ്യുന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് നമ്മുടെ ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ള ഫോണിലേക്ക് ഒരു നമ്പറൊക്കെ വരാറുണ്ട്. സോ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷന് എക്സാമ്പിൾസ് ആണ്. ദെൻ അടുത്തൊരു എലമെന്റ് ആണ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഡേറ്റ അയക്കുന്നത് അത് തന്നെ ആയിരിക്കും റിസീവറിന് കിട്ടുന്നുള്ളൂ. സോ അതാണ് ഡേറ്റ ഇന്റഗ്രിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എൻഷുർ ചെയ്യാനായിട്ട് ഡേറ്റ ഇന്റഗ്രിറ്റി മീൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡ്യൂറിങ് ഇറ്റ്സ് ജേർണി സെയിം തന്നെ ആയിരിക്കണം, അതിലൊരു ഓൾട്രേഷൻ വരാൻ പാടില്ല എന്നുള്ളതാണ്. സോ അത് എൻഷുർ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം? ചെക്സംസ് യൂസ് ചെയ്യാം. ചെക്സംസ് വെച്ചിട്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ദ ട്രാൻസ്മിഷൻ എന്തെങ്കിലും നമ്മുടെ ഡേറ്റയ്ക്ക് ഒറിജിനൽ അവിടെ അയച്ച ഡേറ്റ തന്നെയാണോ ഇവിടെ റിസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് കഴിയും.
ദെൻ ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഹാഷ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡേറ്റേനെ തന്നെ ഒരു ഷോർട്ട് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് റിസീവറിൽ എത്തുമ്പോൾ ഈ സ്ട്രിങ്ങിന് എഗെയിൻ നമ്മൾ ഹാഷ് ഫങ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഡേറ്റ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഡിജിറ്റൽ മാർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രിറ്റി പ്രൂവ് ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരു സെക്യൂർ ചാനലിൽ ഇന്റഗ്രിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഈ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത ഒരു എലമെന്റ് ആണ് സെക്യൂർ ചാനലിന്റെ നോൺ റെപ്യൂഡിയേഷൻ. നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് സ്റ്റോപ്പ് സെൻഡേഴ്സ് ഫ്രം ഡിനൈങ് മെസ്സേജസ് ട്രാൻസ്മിഷൻ ആൻഡ് റെസിപ്പിയൻസ് ഫ്രം ഡിനൈങ് മെസ്സേജ് റിസീവ്. അതായത് ഒരാൾ ഞാനൊരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഞാനല്ല അത് അയച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ സെൻഡറിന്റെ ഒരു പ്രൂഫും അല്ലെങ്കിൽ അത് ആരാണ് അയച്ചത് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ ആ മെസ്സേജിന്റെ പാർട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻഡറിന് പിന്നീട് അയാൾക്ക് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ ഒരു ഡേറ്റ പോയിട്ടില്ല എന്നുള്ളത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതാണ് നോൺ റെപ്യൂഡിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട്, ഓഡിറ്റ് ട്രയൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഒക്കെ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്ന ടോപ്പിക്സുകളാണ്. ദെൻ അത് കൂടാതെ സെക്യൂർ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി സെക്യൂർഡ് ആക്കാനായിട്ട് പറ്റും. അപ്പം ലൈക്ക് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് പലതരം നെറ്റ്വർക്ക് പാസ് ചെയ്തിട്ടായിരിക്കും റിസീവറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുമ്പോഴും അത് ഫോളോ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളുകളാണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് HTTPS, അതായത് ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. സോ അത് എന്താണ് നമ്മുടെ ബ്രൗസേഴ്സും വെബ്സൈറ്റിനും ഉള്ള ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, സെക്യൂർഡ് ആയിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ SSL അല്ലെങ്കിൽ TLS, അതായത് സെക്യൂർ സോക്കറ്റ് ലെയർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് SSL, സെക്യൂർ സോക്കറ്റ്സ് ലെയർ. ദെൻ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് നെറ്റ്വർക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. പബ്ലിക് നെറ്റ്വർക്കിൽ തന്നെ ഒരു പ്രൊട്ടക്റ്റഡ് നെറ്റ്വർക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ VPN കൊണ്ട് പറ്റും. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റ് പ്രോട്ടോകോളുകളും അവൈലബിൾ ആണ്. ലൈക്ക് IP സെക്യൂരിറ്റി, IPsec, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സെക്യൂരിറ്റി. ദെൻ സെക്യൂർ ഷെൽ ഉണ്ട്, SSH ഉണ്ട്, കെർബറോസ് ഉണ്ട്. ഇതൊക്കെ സെക്യൂർ പ്രോട്ടോകോൾസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ എന്തൊക്കെയാണ് എൻക്രിപ്ഷന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. സോ എൻക്രിപ്ഷൻ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യും, കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യും. അതായത് ഓൺലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മളുടെ ഡേറ്റയെ ആക്സസ് ചെയ്യാനും കണ്ടന്റിനെ റീഡ് ചെയ്യാനും കഴിയുള്ളൂ എന്നുള്ളത് ആ ഒരു ഉറപ്പ് വരുത്താൻ എൻക്രിപ്ഷനെ കൊണ്ട് സാധിക്കും. ദെൻ അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് നമ്മളുടെ ഡേറ്റ മോഡിഫൈ ചെയ്യുന്നതിൽ നിന്നും ആ ഡേറ്റയെ പ്രിവെൻറ്റ് ചെയ്യാൻ എൻക്രിപ്ഷനെ കൊണ്ട് സാധിക്കും. അതായത് നമ്മളുടെ ഡേറ്റ ഓൾട്ടർ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ഈസിലി ഡിറ്റക്ട് ചെയ്യാനും അങ്ങനെയുള്ള ടാമ്പറിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും, അതായത് സെൻഡർ അയച്ച അതേ മെസ്സേജ് തന്നെയാണ് റിസീവർ റിസീവ് ചെയ്തത് എന്നുള്ളത് എൻഷുർ ചെയ്യാനും ഡേറ്റ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ആ ഡേറ്റ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാൻ എൻക്രിപ്ഷനിലൂടെ സാധിക്കും. ദെൻ എൻഹാൻസ്ഡ് ട്രസ്റ്റ്, അതായത് എൻക്രിപ്ഷൻ എംപ്ലോയ് ചെയ്യുന്നതിലൂടെ നമ്മളൊരു കമ്മിറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാണ്. നമ്മളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ, നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്ന സെൻസിറ്റീവ് ഡേറ്റ അത് സെക്യൂർ ആയിട്ട് തന്നെയാണ് പോകുന്നത്, സെക്യൂർ ആയിട്ട് തന്നെയാണ് ട്രാൻസ്മിറ്റ് ആകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ഈ ഒരു എൻക്രിപ്ഷനിലൂടെ സാധിക്കും. ദെൻ സെക്യൂർ ട്രാൻസാക്ഷൻസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ സെക്യൂർ ആക്കാനും എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസും ഒക്കെ അവരുടെ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം നടക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ അവിടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്യൂർ ആയിട്ട് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലാക്ക് ബോൺ, അതായത് അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സോ അപ്പം എൻക്രിപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവർക്ക് എൻഷുർ ചെയ്യാനായിട്ട് കഴിയില്ല. സോ സെക്യൂർ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ എൻക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ അതുപോലെ തന്നെ പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ചാനൽ യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിനകത്ത് പാർട്ടീസ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ അല്ലെങ്കിൽ പേഴ്സണൽ കോൺവെർസേഷൻ, ഇമെയിൽ, ഓൺലൈൻ ആക്ടിവിറ്റി ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഇതൊക്കെ സേഫ് ചെയ്ത് വെക്കാനും, അതായത് ഒരു പ്രൈവസി പ്രൊവൈഡ് ചെയ്യാനും എൻക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റിഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ബ്രീച്ചസ്. അപ്പോൾ ഡേറ്റനെ സ്ക്രാമ്പിൾ ചെയ്യുക അല്ലെങ്കിൽ ആ ഡേറ്റ ബ്രീച്ചസിനെ ഒഴിവാക്കാനും ഒക്കെ എൻക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാക്കേഴ്സ് ഒക്കെ ഈ ഒരു എൻക്രിപ്റ്റഡ് ഡേറ്റ സീൽ ചെയ്താലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒറിജിനലി ഉള്ള ഡേറ്റയെ അതായത് ഡീസൈഫർ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസൈഫർ ചെയ്ത് എടുക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം ടീഡിയസ് ആയിരിക്കും. സോ ഇതൊക്കെ എൻക്രിപ്ഷന്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ത്രൂ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഈ എൻക്രിപ്ഷന്റെ ഫ്യൂച്ചർ ആയിട്ട് പറയുന്നത്, വരുന്ന ഇനി അടുത്ത ടെക്നോളജിയുടെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ വരുന്ന ഒരു എൻക്രിപ്ഷൻ ആണ് ക്വാണ്ടം എൻക്രിപ്ഷൻ. സോ ക്വാണ്ടം എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചുകൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ് ക്വാണ്ടം എൻക്രിപ്ഷൻ. അപ്പോൾ അത് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ളതും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള അൽഗോരിതംസ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹോമോമോർഫിക് എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഡയറക്റ്റ്ലി നമുക്ക് എൻക്രിപ്റ്റഡ് ഡേറ്റയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡീക്രിപ്ഷന് ഉള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞ് സേവ് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് മെയിനായിട്ടും സെക്യൂർ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനും ഡേറ്റ അനാലിസിസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോമോമോർഫിക് എൻക്രിപ്ഷൻ. അതായത് നമുക്ക് ഡയറക്റ്റ്ലി എൻക്രിപ്റ്റഡ് ഡേറ്റയിൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നത് കൊണ്ട് ഒരു ഡിക്രിപ്ഷന് വേണ്ടിയിട്ട് എഗെയിൻ ഒരു സമയം കളയേണ്ട കാര്യമില്ല. ദെൻ പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് PQC അൽഗോരിതംസ് ആണ്. നമ്മുടെ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെക്യൂർഡ് ആയിട്ടുള്ള അൽഗോരിതംസിനെയാണ് PQC ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ക്രിപ്റ്റോ കറൻസീസ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ അല്ലെങ്കിൽ അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കീ മാനേജ്മെന്റും കീ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതുവഴി ആ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും കഴിയും. അപ്പം അതിൻ്റെ റിസ്ക് ഒക്കെ കുറയ്ക്കുന്നതിനും ഡേറ്റ എൻക്രിപ്ഷൻ കീസിനെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നമുക്ക് വരുന്ന എൻക്രിപ്ഷന്റെ ബെനിഫിറ്റ്സും ദെൻ അതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. താങ്ക് യു.